നമസ്സർവേഭ്യഃ. ഇന്ന് അർജുന വിഷാദ യോഗത്തിലെ 12ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. ദുര്യോധനന്റെ വാക്കുകൾ കേട്ട് ഭീഷ്മ പിതാമഹൻ പ്രതികരിക്കുന്ന ആവേശകരമായ നിമിഷമാണിത്. ദുര്യോധനന്റെ ഉള്ളിലെ ഭയവും പരിഭ്രമവും മനസ്സിലാക്കിയ ഭീഷ്മ പിതാമഹൻ അവനെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമായി യുദ്ധക്കളത്തിൽ ആദ്യത്തെ മുഴക്കം നടത്തുന്നു. കൗരവപക്ഷത്തിന്റെ യുദ്ധപ്രഖ്യാപനമായി ഇതിനെ കണക്കാക്കാം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. വരികളുടെ അർത്ഥം നോക്കാം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ. തസ്യ അവനിൽ, ദുര്യോധനനിൽ, സഞ്ജനയൻ ഉണ്ടാക്കിക്കൊണ്ട്, ജനിപ്പിച്ചുകൊണ്ട്, ഹർഷം സന്തോഷം, കുരുവൃദ്ധ കുരുവംശത്തിലെ ഏറ്റവും മുതിർന്നയാൾ, പിതാമഹഃ പിതാമഹൻ, സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാന്. സിംഹനാദം സിംഹത്തിന്റെ ഗർജനം പോലുള്ള ശബ്ദം, വിനദ്യ മുഴക്കിക്കൊണ്ട്, ഉച്ചൈഹി ഉച്ചത്തിൽ, ശംഖം ശംഖ്, ദദ്മൗ ഊതി അല്ലെങ്കിൽ മുഴക്കി, പ്രതാപവാൻ പ്രതാപശാലിയായ. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. അപ്പോൾ കുരുവംശത്തിലെ കാരണവരും പ്രതാപശാലിയുമായ ഭീഷ്മ പിതാമഹൻ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായി ഉച്ചത്തിൽ സിംഹം ഗർജിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി തന്റെ ശംഖ് മുഴക്കി. അതായത് ദുര്യോധനന്റെ വാക്കുകളിലെ ആശങ്ക മാറ്റാനാണ് ഭീഷ്മർ ശംഖ് മുഴക്കിയത്. അദ്ദേഹം തന്റെ ശൗര്യം പ്രകടിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഇതിനെ സിംഹനാദം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭീഷ്മരുടെ കരുത്തിനെ സൂചിപ്പിക്കാനാണ്. ജീവിതപാഠം: ഒരു ടീമിലെ അംഗങ്ങൾ തളരുമ്പോൾ നേതൃത്വത്തിലുള്ളവർ ആവേശം നൽകേണ്ടതുണ്ട്. വാക്കുകളേക്കാൾ പ്രവൃത്തിയിലൂടെ ആത്മവിശ്വാസം നൽകുന്നതാണ് യഥാർത്ഥ നേതൃഗുണം. നമുക്ക് ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഭീഷ്മ പിതാമഹൻ ശംഖു മുഴക്കിയതോടെ യുദ്ധഭൂമി പ്രകമ്പനം കൊണ്ടു. ഇതിന് പിന്നാലെ കൗരവപക്ഷത്തെ മറ്റു യോദ്ധാക്കളും ശംഖുകളും വാദ്യങ്ങളും മുഴക്കാൻ തുടങ്ങി. ആ ഭയങ്കരമായ ശബ്ദ കോലാഹലങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പഠിക്കാം. ധന്യവാദ. ഹരേ കൃഷ്ണ.